100-day challenge for F&O SMC trading, day 27. So, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് one of the derivatives ആയിട്ടുള്ള futures ആണ്. എന്താണ് ഫ്യൂച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതും ഡെറിവേറ്റീവ്സിനെ പോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്ട് ആണ്. ഈ ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റിന് ഒരു പ്രീ ഡിറ്റർമിനഡ് ഡേറ്റും പ്രൈസും നമുക്ക് ഉണ്ടാവും. ഇക്വിറ്റി ആയിട്ട് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. നമുക്കത് ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നമുക്ക് ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫ്യൂച്ചർ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ആ ഒരു ഡേറ്റിനുള്ളിൽ നമ്മൾ ബൈ ചെയ്ത ഒരാളാണെങ്കിലും നമ്മൾ സെൽ ചെയ്ത ഒരാളാണെങ്കിലും ആ ഒരു ട്രേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, അതും ആ ഒരു പ്രീ ഡിറ്റർമിനഡ് പ്രൈസിൽ. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബയ്യർ ഒരു മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്, ഒരു സെല്ലർ ഒരു മൊബൈൽ വിൽക്കാനും വിചാരിക്കുന്നുണ്ട്. ആ ഒരു സെല്ലർ ആ ഒരു മൊബൈലിന് ഇട്ടിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 10,000 റുപ്പീസുമാണ്. ഈ ഒരു ബയ്യർ വാങ്ങിക്കാൻ വേണ്ടി വിചാരിക്കുന്ന പ്രൈസ് 12,000 റുപ്പീസുമാണ് സെയിം മൊബൈലിന്. സോ ഈ ഒരു ബയ്യറും സെല്ലറും കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ മിഡിൽ മാൻ ആയിട്ട് വരുന്നതാണ് ഇവിടെ ഒരു ബ്രോക്കർ. സോ ഈ ഒരു ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സെല്ലർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഫോണ് വെറും 10,000 റുപ്പീസിന് അവർക്ക് കിട്ടും. അപ്പോൾ അവർ സെല്ലർ അടുത്ത് പോയിട്ട് ഒരു 1,000 റുപ്പീസ് അഡ്വാൻസ് കൊടുത്തതിന്റെ ശേഷം പറയാണ്, ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിച്ചോളാം, എനിക്കൊരാഴ്ച സമയം തരണം. ഈ ഒരു ആഴ്ചനെ കൊണ്ട് ഈ ഒരു ബ്രോക്കർ ബയ്യറെ കണ്ടിട്ട് 12,000 റുപ്പീസിന് ആ ഒരു ഫോണിന്റെ ഡീൽ ആക്കിയതിന്റെ ശേഷം ബാക്കിയുള്ള എമൗണ്ട് ബയ്യറിന്റെ കയ്യിൽ നിന്ന് സെല്ലേഴ്സിന് കൊടുത്തതിന്റെ ശേഷം ഇതിന്റെ ഇടയിലുള്ള ബ്രോക്കർക്ക് 2,000 റുപ്പീസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ആക്ച്വലി ഇവിടെ ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ നമ്മളും ആക്ട് ചെയ്യുന്നത് ഒരു മിഡിൽ മാൻ ആയിട്ടാണ്. കാരണം നമ്മൾ എടുക്കുന്ന അണ്ടർലൈനിന്റെ കംപ്ലീറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പേ ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൈസ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. സോ ഇതിലൂടെ എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് 1 minute. See you tomorrow.